ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡിന്നർ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എന്തെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതാ ഇന്നിപ്പോൾ ഡിന്നറിന് അഫ്ഗാനി ചിക്കനും തന്തൂരി റൊട്ടിയാണ്. അപ്പോൾ ആദ്യം തന്നെ കറി ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാനിതാ ഒരു 25 കാഷ്യൂ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിക്കണേ. അതിലേക്ക് ഒരു കപ്പ് പുളിയില്ലാത്ത തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, പുളിയുള്ള തൈരാകുമ്പോൾ കറിക്ക് നല്ല പുളി വരും കേട്ടോ. അപ്പോൾ പുളി ഇല്ലാത്ത തൈര് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഏത് പോട്ടിലാണോ കറി വെക്കണത് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആ ഒരു പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തുക്കണേ. ഇനിയിപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിൽ നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളി, എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്, ഒരു പിടി മല്ലിയില, പിന്നെ കുറച്ച് മാത്രം പുതിനയില, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇഞ്ചിൻ്റെ അളവൊന്നും കൂടി പോകണ്ട കേട്ടോ. അപ്പോൾ കറിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇനിയിപ്പോൾ ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ പൊടികളായിട്ട് 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിൽ നമ്മൾ ഓയിൽ ചേർക്കാത്ത കാരണം ലാസ്റ്റായിട്ട് ഇതാ ഞാനൊരു 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിക്കണം കേട്ടോ. എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് ചിക്കൻ വേവണ വരെ അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ തന്തൂരി റൊട്ടിക്കും വേണ്ടിയിട്ട് നേരത്തെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഞാനിതിൽ ആ ഒരു മൈദൻ്റെയും അളവും കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിക്കണം. ഇനിയിപ്പോൾ ഇത് നമുക്ക് പരത്തിയിട്ട് തന്തൂരി റൊട്ടി ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ റൊട്ടി ഇതാ ഞാൻ പരത്തിയെടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് വെള്ളം ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതുപോലുള്ള ഒരു സ്റ്റീലിൻ്റെ പാനിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. ഒട്ടിപ്പിടിക്കുള്ളൂ. ആ ഒരു വെള്ളമാക്കിയ ഭാഗമാണ് നമ്മൾ പാനിലേക്കായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഇതാ ഇതുപോലെ നല്ലോണം ബബിൾസ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഞാനിനിപ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്നത് ഇതാ ഇതുപോലെ ഗ്യാസിൻ്റെ മുകളിലേക്കാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പൊള്ളിയിട്ട് വരും. ഇനിയിപ്പോൾ നമുക്ക് പാനിൽ തന്നെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തന്തൂരി റൊട്ടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ളതും കൂടി അങ്ങനെ തന്നെ ചെയ്തെടുക്കുകയാണ്. റൊട്ടിയൊക്കെ ചുടുന്ന ടൈം കൊണ്ട് തന്നെ കറി റെഡി ആക്കണേ. ലാസ്റ്റായിട്ട് ഇതാ 1 ടീസ്പൂണ് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതും എന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതലാണെങ്കിൽ കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി അഫ്ഗാനി ചിക്കനും തന്തൂരി റൊട്ടി റെഡി ആക്കണേ. നല്ലൊരു കോംബോ ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാൻ കറിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.